ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ പുളിന്താന യുവജന വിഭാഗവും മൂവാറ്റുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ കെയർ ഹോസ്പിറ്റലിലെ സംയുക്ത നേതൃത്വത്തിൽ നേത്രചികിത്സാ ക്യാമ്പ് പുളിന്താനം ചർച്ച് ഓഫ് സഭാ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. മെഡിക്കൽ ക്യാമ്പ് മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഗോൾഗാട്ടിൽ പോയി വൈകുന്നേരം പാട്ടൊക്കെ പാടി വൈകുന്നേരം മട്ടത്തിൽ ഇരുന്ന് ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് ന്യൂ ഇയർ ആഘോഷിച്ച് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, മനസ്സിന് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു കുളിർമ തരുന്ന ഒരു സംഭവമാണ്. അവർക്കും വലിയ സന്തോഷമായി. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് മോന് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, മോൻ ഞങ്ങളെ കൊണ്ടുപോയി വലിയ സന്തോഷം. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പ്രായമുള്ളവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പിന് പ്രത്യേകത ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും കൂടുതൽ പ്രായമുള്ളവരാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത് പരമാവധി നമുക്ക് ഈ നിലയിലുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, നിങ്ങൾക്ക് ഇനിയും വലിയ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ ദൈവം നിങ്ങളെ നിയോഗിക്കും, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. ആ നിലയിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ ഈ ചർച്ചിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റേതായ വ്യക്തിപരമായ ഒരേ ഒരു റിക്വസ്റ്റ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം, ഇവിടെ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അനീതിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത് എങ്കിൽ കൂടിയും നമ്മൾ നിർഭയനായി പോരാടാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വലിയൊരു കൃപ നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നടക്കുന്നത് ഒരു പൊതു രംഗത്ത് നിന്ന് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ധാരാളം ചതിക്കുഴികളും അപകടങ്ങളും പതിയിരിക്കുന്ന ദുർബലനും ബലഹീനനുമായ ഒരു മനുഷ്യനാണ് ഞാൻ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വീഴ്ച പറ്റാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താങ്ങാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ചർച്ച് നമ്മളെ ഓർക്കണം, കരുതണം. പ്രത്യേകിച്ച് പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം കൂടി ഒന്ന് ഒരു നാടിൻ്റെ ജനപ്രതി എന്ന നിലയിൽ അത് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതോടോ ആപത്തൊന്നും വരുത്താതെ, അങ്ങനെ മറ്റ് ബലഹീനതകളിലോ ദൗർബല്യങ്ങളിലോ ഒന്നും വീണ് പോവാതെ എന്നെ കരുതാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു. വിദഗ്ധ ഡോക്ടർമാർ കണ്ണുകൾ പരിശോധിച്ച് കേരള ഗവൺമെൻറ് മെഡിക്കൽ വിഭാഗത്തിൽ നിന്നും രോഗികൾക്ക് സൗജന്യമായി മരുന്നും കണ്ണടകളും നൽകി. കൂടാതെ പരിചയസമ്പന്നരായ ഒപ്റ്റോമെട്രിസ്റ്റുകൾ സേവനവും വിദഗ്ധ ഡോക്ടർമാർ എല്ലാവിധ രോഗങ്ങളും പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു. തിമിര ശസ്ത്രക്രിയയ്ക്ക് ഇതര ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് ഫ്രീ ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഹല്യ ഹോസ്പിറ്റലിൽ നിന്നും ലഭ്യമായിരുന്നു.